ഹായ് ഫ്രണ്ട്സ്, പ്ലാന്റ്സ് ആൻഡ് വ്യൂസിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് കാണാമേ. ആദ്യത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഷൂട്ട്സാണ് അവൈലബിൾ. അടുത്ത പ്ലാന്റ് ഇതാണ്, ബട്ടൺ ഫേൺ. അടുത്ത പ്ലാന്റ് ഇതാണ്, പെഡിലാന്തസിൻ്റെ വെറൈറ്റിയാണ്. ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ്. അടുത്ത പ്ലാന്റ് ഇതാണ്, മിൽക്കി ബാമ്പുവിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ്. അടുത്തത് ഈ പ്ലാന്റ് ആണ്. അടുത്ത പ്ലാന്റ് ഇതാണ്, ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ്. ഗ്രീൻ ലിപ്സ്റ്റിക് ആണ്, റെഡ് ലിപ്സ്റ്റിക് ആണ്. അടുത്തതൊരു പോത്തോസ് വെറൈറ്റിയാണ്, എൻജോയ് പോത്തോസ് ആണ്. അടുത്ത പ്ലാന്റ് ഒരു കലാത്തിയാണ്, റാറ്റിൽ സ്നേക്ക്. അടുത്ത പ്ലാന്റ് എപ്പീഷ്യ പ്ലാന്റ് ആണ്. ഈ സൈസ് ഈ കളർ ഫ്ലവറാണ്. അടുത്തത് എപ്പീഷ്യാണ്, പിന്നെ റെഡ് കളർ പൂവാണ്. അടുത്ത പ്ലാന്റ് നാടൻ ചൈനീസ് ബോൾസത്തിൻ്റെ കട്ടിങ് ആണ്. ഇതേ ഈ കളറാണ് ഫ്ലവർ. ഇതേ ഈ കളർ ഫ്ലവർ. അടുത്തത് ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് ആണ്, ഈ കളറ്. അടുത്ത കളർ ഇതാണ്. അടുത്ത കളറ് ഇതാണ്. അടുത്തതൊരു ക്രോട്ടൺ പ്ലാന്റ് ആട്ടോ, ഈ സൈസിലുള്ളത്. ഇതിൻ്റെ കട്ടിങ്സ് ഉണ്ട്, റൂട്ടഡ് ഉണ്ട് കേട്ടോ. അടുത്ത പ്ലാന്റ് ഇതാണ്, സിങ്കോണിയ, നാരോ സിങ്കോണിയ. പിന്നെ പല സൈസിലുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അടുത്ത പ്ലാന്റ് ഇതാണ്, ചൈനീസ് ക്രോട്ടൺ എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ അടിവശത്തിന് ഈ കളറാണ്. അടുത്ത പ്ലാന്റ് സ്പൈഡർ പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ്. അടുത്തത് ഒരു പെഡിലാന്തസ് വെറൈറ്റിയാണ്, കേളി ടൈപ്പ്, ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താം. ഇത് പെൻഡാസ് ആണ്, ഈ കളറാണ്. ഇതിൻ്റെ റെഡും ഉണ്ട്, വൈറ്റും അവൈലബിൾ ആണ്. അടുത്ത പ്ലാന്റ് വയലറ്റ് ജാസ്മിൻ ആണ്, ജസ്റ്റീഷ്യ പ്ലാന്റ് എന്നൊക്കെ പറയും. ഇതാണ് സൈസ്. അടുത്ത പ്ലാന്റ് ഇതാണ്, സ്നോ റോസ് എന്ന് പറയുന്നത്. ഇതിനൊരു വൈറ്റ് പൂ വരും കുറച്ചുകൂടെ മെച്ചൂർഡായി കഴിയുമ്പോൾ. ആണ് പ്ലാന്റ് സൈസ്. അടുത്ത പ്ലാന്റ് ഫിംഗർ അരീലിയാണ്, ഇതാണ് സൈസ് കേട്ടോ. അടുത്തത് ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതാണ്, അതായത് ഹാങ് ആയിട്ടിടാം. ഇതിപ്പോൾ ഞാൻ തറയിൽ പടർത്തിയിരിക്കും കേട്ടോ. ഇതിൻ്റെ കട്ടിങ്സ് ആണ്, റൂട്ടഡ് ആയിട്ടുള്ള കട്ടിങ്സ് ആണ് അവൈലബിൾ. അടുത്ത പ്ലാന്റ് ചൈനീസ് ബെൽ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇതിനൊരു പർപ്പിൾ കളർ പൂ വരും, ബെല്ലിൻ്റെ ഷേപ്പിൽ. ഇതാണ് പ്ലാന്റ്. ഇതിൻ്റെ ബ്ലീഡിംഗ് ലീഫാണ് അടുത്ത പ്ലാന്റ്. അടുത്തത് അതൊരു ക്രോട്ടൺ ആണ്, റൂട്ടഡ് ആണ് കേട്ടോ. റൂട്ടഡ് ആയിട്ടുള്ള ഈ സൈസിലുള്ള പ്ലാന്റ് ആണ്. ഇതാണ്. അടുത്തത് ആഫ്രിക്കൻ മല്ലി എന്നൊക്കെ പറയുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ചെടിയല്ല, കറിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ചെടിയാണ് ആഫ്രിക്കൻ മല്ലി. ഇതിൻ്റെ സൺസെറ്റ് പ്ലാന്റ് ആണ്. അടുത്ത പ്ലാന്റ് സൺസെറ്റ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ പൂവ് ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. അടുത്ത പ്ലാന്റ് ഇതാണ്. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ, ക്രോട്ടൺ ടൈപ്പാണ്. അടുത്ത പ്ലാന്റ് ഇതാണ്. ഇത് കോളീസ് പ്ലാന്റാന്ന് പറയാൻ പറ്റില്ല, ചെറിയത്. ഇത് ബ്രസീലിയൻ പോത്തോസ് ആണ്. ഇതിൻ്റെ 2-3 തൈകൾ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്, ക്രീപ്പിംഗ് ചാർലി എന്നൊക്കെ പറയുന്നത്. റൂട്ടോട് കൂട്ടിയുള്ള കട്ടിങ്സ് ആണ് അവൈലബിൾ കേട്ടോ.
നിയോൺ പോത്തോസ് ആണ്. കട്ടിങ്സും റൂട്ടഡും എല്ലാം അവൈലബിൾ ആണ്. അടുത്ത പ്ലാന്റ് ആണ് പീകോക്ക് ഫണി. എൻ്റെ ഈ ഗാർഡനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടിയാണ് കേട്ടോ. ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്, ചെറുതും വലുതും പല സൈസിലുള്ളതും ബിഗ് പ്ലാന്റും ഒക്കെ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എഴുതി എല്ലാ സൈസിലുള്ള പ്ലാന്റും ഉണ്ട് കേട്ടോ. ചെറുതും വളരെ വലിയ പ്ലാന്റ്സ് ഉണ്ട്. നല്ല മനോഹരമായിട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന പ്ലാന്റാണ്. ഇന്നത്തെ സെയിൽ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ കാണിച്ച പ്ലാന്റ്സിൽ ഏതെങ്കിലും പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. DTDC ആണ് നമ്മുടെ കൊറിയർ കേട്ടോ. പിന്നെ സ്പീഡ് പോസ്റ്റ് ചോദിക്കുന്നവർക്ക് സ്പീഡ് പോസ്റ്റും കൊടുക്കും. പേയ്മെൻറ്റ് മോഡ് GPay ആണ്.